ഇന്ന് നമുക്കൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 3-4 പൗണ്ട് ബീഫ് വിനാഗിരിയിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 4 വിസിൽ അടിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആവി പോയതിന് ശേഷം ഓപ്പൺ ചെയ്തു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിവിടെ 3 സവാളയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം തീരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. എല്ലാം നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ നമുക്ക് മസാലയെല്ലാം ചേർക്കാം. അല്പം മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം, മസാല, ഇറച്ചി മസാല കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടികളെല്ലാം ഇടാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അരച്ച് വെച്ച ഇറച്ചിയും കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യും. മീറ്റെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചൊരു പാത്രത്തിലാക്കിയെടുക്കാം. എല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പൊട്ടറ്റോയും കൂടി ഇതിൻ്റെ അകത്തിട്ട് അരച്ചു. അപ്പം ഇത് ഇറച്ചിയും കൂടി ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത് ഇറച്ചിയും കൂടി ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓരോ ചെറിയ ബോളിൻ്റെ ഷേപ്പ് ആക്കുക. സോ നമ്മളിങ്ങനെ ഒരു നന്നായിട്ടൊരു ബോൾ ഉണ്ടാക്കിയിട്ട് ഒരു സ്പൂണിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ സ്പൂണിൻ്റെ ഷേപ്പ് ആക്കാം. അപ്പോൾ കട്ട്ലേറ്റിന് ഒരു നല്ല ഷേപ്പ് വരും. ഉള്ളതാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മാത്രം എടുക്കാം, മുട്ടയെല്ലാം മാറ്റാം. ഈ എഗ് വൈറ്റിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കുറച്ച് പ്ലെയിൻ ബ്രെഡ് ക്രംസ് എടുക്കാം. ഇത് നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. ഞാനിവിടെ കനോള ഓയിലാണ് ഇത് വറക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോന്നെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതിനെ ചോറിട്ട് നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രഞ്ചി ബീഫ് കട്ട്ലേറ്റ് ഈസ് റെഡി. എനിക്ക് കട്ട്ലേറ്റിൻ്റെ കൂടെ അല്പം സവാളയും നാരങ്ങാനീരും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.